നാളെ കഴിഞ്ഞുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് ദൈവം തരാൻ പോകുന്ന അനുഗ്രഹങ്ങളുമാണ് വായിച്ചു കേട്ടത്. സഖറിയാവിൻ്റെ പ്രവചനത്തിലെ 8-ാം അധ്യായത്തിലെ 23 വാക്യങ്ങളിലുള്ളതായ പ്രവചനങ്ങൾ നമ്മുടെ അനുഭവമാകുവാൻ, നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഉദരത്തിലും നമ്മുടെ ശരീരത്തിലും പ്രവേശിച്ചിരിക്കുന്ന കർത്താവ് വേരിറങ്ങി വളർന്ന് ഫലം കായ്ക്കുമ്പോൾ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടേതായി തീരും. നമ്മൾ കൂടി ഒത്തിരി ദൈവമക്കൾ ദൈവസന്നിധിയിൽ വരാനുണ്ട്. ഈ കർത്താവ് നമ്മൾ വളർന്ന് സ്വർഗാരോഹണം ചെയ്ത് പെന്തക്കോസ്തിയുടെ അനുഭവം നമുക്ക് ലഭിക്കുമ്പോൾ സഖറിയാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലെ 5-ാം വാക്യം നിവൃത്തിയാകും. നഗരത്തിൻ്റെ തെരുവീതികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ നിന്റെ തെരുവീതികളിൽ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അനേക ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തി അവരെ പ്രായപൂർത്തിയാക്കി കർത്താവിൻ്റെ കല്യാണത്തിന് കൊണ്ടുപോകാനുള്ള അമ്മമാരുടെ പണി നമ്മുടെ പ്രാണക്കുട്ടികൾക്ക് ലഭിക്കും. ആ വലിയ ഭാഗ്യത്തിന് വേണ്ടി ഈ സഖറിയാവിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി വാഗ്ദാനങ്ങൾ നടന്നു. അതെല്ലാം നമ്മൾ വീണിരിക്കുന്ന ഈ കർത്താവിൻ്റെ വചനം വളർന്നു വന്നാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വീണിരിക്കുന്നതായ വചനമാകുന്ന വിത്ത് എങ്ങനെ പെന്തക്കോസ്തിയുടെ അനുഭവമുള്ള കൃഷിഭൂമിയാക്കി നമ്മളെ മാറ്റുമെന്നുള്ളതാണ് 1-ാം സങ്കീർത്തനക്കാരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രാവും പകലും വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. രാവും പകലും വചനം ധ്യാനിക്കണമെങ്കിൽ വചനത്തിൻ്റെ ഇണവാക്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ ദിവസവും തിരുവചനം വായിക്കുമ്പോൾ വചനിപ്പിൻ്റെ ദിവസം മാതാവിന് കിട്ടിയതായ ആ വചനത്തിന് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഇണവാക്യങ്ങൾ ചേർത്ത് ചിന്തിച്ച് ധ്യാനിച്ചപ്പോഴാണ് അത് യേശു കുഞ്ഞായി വളർന്നതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് 1-ാം സങ്കീർത്തനം ചെറുപ്പം തൊട്ടേ നമ്മൾ വായിക്കുന്നതാണെങ്കിലും ഈ വചനിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ചില പുതിയ ഉൾക്കാഴ്ചകളുണ്ട്. രാവും പകലും വചനം ധ്യാനിച്ച് ചെയ്യുന്നതൊക്കെ സാധിക്കുന്ന ഭാഗ്യാവസ്ഥയിൽ എത്തണമെങ്കിൽ 3 കൂട്ടം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. അത് ഏതൊക്കെയാണ്? ദുഷ്ടന്റെ ആലോചന, പാപിയുടെ വഴി, പരിഹാസിയുടെ ഇരിപ്പിടം. ഇവ 3 കൂട്ടം കാര്യങ്ങൾ എന്നും മാറ്റിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ വചനം നമ്മളിൽ വേരൂന്നുള്ളൂ. ഇന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു കേൾക്കും. യേശു നമ്മിൽ, നമ്മൾ യേശുവിലും വേരൂന്നാൻ പോവുക. വേരൂന്നി കഴിയുമ്പോൾ നമ്മുടെ ശക്തി കർത്താവ് വലിച്ചെടുക്കുന്ന കർത്താവിൻ്റെ ശക്തി നമുക്കും കിട്ടും. ഇനി 1-ാം സ്ഥാനം ഈ യേശു കുഞ്ഞിനാണ്. ആ യേശു കുഞ്ഞിനെ വളർത്താനുള്ള ബദ്ധപ്പാടിൽ തള്ളമാര് തളരേണ്ടി വരും. പിള്ള വളരണമെങ്കിൽ തളരണം. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന ഒരമ്മ ഒത്തിരി ക്ഷീണിക്കും, കാലിലും കയ്യിലൊക്കെ നീര് വരും, ഛർദ്ദിക്കും. ഇതൊക്കെ എന്തിനാ? കൊച്ചിനെ വളർത്താനുള്ള ബന്ധപ്പാടില്ല. എന്തിനാ ഛർദ്ദിക്കുന്നതെന്നറിയാവോ? ഈ കഴിഞ്ഞ തലമുറയിലെ ശാപമെല്ലാം ഛർദ്ദിച്ച് കളയുക. അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് ഛർദ്ദിൽ വെച്ചിരിക്കുന്നത്. പൂർവ്വ ശാപം ഈ കൊച്ചിന് വരരുതെന്ന് വിചാരിക്കുക. അത് സന്തോഷത്തോടെ അങ്ങ് ഛർദ്ദിച്ചു പോകണം. ഓരോ ഛർദ്ദിലും പൂർവികയുടെ ശാപവും അശുദ്ധിയും എല്ലാം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അശുദ്ധിയെല്ലാം പോയി നല്ല അനുഗ്രഹിക്കപ്പെട്ട പിള്ളേരെ കിട്ടും. അപ്പോൾ ഈ 1-ാം സങ്കീർത്തനം സഖറിയായിട്ട് ഇതെല്ലാം ഇന്നലെ കേട്ടതായ വചനിപ്പ് പെരുന്നാളിലെ കർത്താവിനാളെ സാധിക്കാത്ത കാര്യം വല്ലതും ഉണ്ടോ എന്ന് മാലാഖ പറഞ്ഞില്ലേ? ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ സർവശക്തനായ ദൈവത്താൽ ഇതൊക്കെ സാധിക്കും. അങ്ങനെ ദൈവവചനത്തിൽ കൂടെ, കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ സാധിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഇമ്മാനുവേൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവർ പറയുമെന്നാണ് പറഞ്ഞു. സഖറിയ 8-ന് അവസാനം പറഞ്ഞ എന്താണെന്ന് ചോദിക്കും. ഇത്രയും നാളായിട്ട് നമ്മളോട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരമല്ലേ ചെയ്യുന്നു. ആ കാലത്തെ ജനതകളുടെ സകല ഭാഷകളിൽ നിന്നും 10 പുരുഷന്മാർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച് ദൈവം നിങ്ങളോട് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിങ്ങളോട് പോരുന്നു എന്ന് പറയുന്നു. അത് പഴയ ഇസ്രായേലിലെ യഹൂദന്മാരുടെ പറയുമെന്ന് പറഞ്ഞത് പുതിയ ഇസ്രായേലായിരുന്നു. നമ്മളോടുകൂടെയും പറയും, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെങ്കിൽ ഞങ്ങൾ വരിക എന്ന് പറയും. എന്താ? യേശുക്കുഞ്ഞ് ശരിക്കും വളരാമെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ അയൽക്കാരൊക്കെ ഞങ്ങളും കൂടെ വരികയാണെന്ന്, കഴി കാണുന്നവരൊക്കെ നമ്മളോട് യേശുക്കുഞ്ഞുണ്ട് നിങ്ങളുടെ, അവരും കൂടെ പരിപാടി മാറ്റി വെട്ടിച്ച് ഇഞ്ഞു പോരും. അങ്ങനെ ഈ സങ്കേത ഭവനം സങ്കേത പട്ടണമായി ഇവിടെ നിറച്ച ആളാവും. എന്താ? വചനിപ്പ് ശരിയാകാമെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ നാടും നമ്മുടെ പള്ളിയെല്ലാം നിറഞ്ഞു തൂകി ഇനി വലിയ പള്ളിയൊക്കെ പണിയേണ്ടി വരും. നമ്മൾ വലിയ പള്ളിയാകേണ്ടി വരും. അത് വേണോ? അത് വേണ്ടിയവർക്ക് വേണ്ടി പുസ്തക പ്രാർത്ഥന. Jesus.
നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ഇടത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ അത്ര വലിയ പോരാട്ടം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവർ ക്രിസ്തു വന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ച ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കേണ്ടത് തന്നെ. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിഷ്ഠകളൊക്കെയും അറിഞ്ഞിരിക്കുന്നു. പ്രലോഭന വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കുവാനാണ് ഞാനിത് പറയുന്നത്. ഞാൻ ശരീരം കൊണ്ട് ദോഷനാണെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി നിങ്ങളുടെ അച്ചടക്കവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുകയും അവനിൽ വേരോങ്ങിയും ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് തക്കവണ്ണം വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടും സ്വതന്ത്രത്തിൽ മുഴുകി ഇരിക്കുകയും തത്വജ്ഞാനവും വ്യക്തമായ വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുകയും അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് തക്കവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് തക്കവണ്ണമല്ലാതെ ക്രിസ്തുവിനെ അനുസരണമായുള്ളതല്ല. അവനിലാണല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ശരീരരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിലെ 28 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പൊ ദൈവദൂതൻ പുറത്ത് നിന്നാൽ പോലെ അകത്ത് കയറി വചനം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കണം, അതവിടെ വേരൂന്നണം. നമ്മൾ കേട്ടതാണ്. അപ്പൊ ഇന്നലെ വിതച്ചതായ വചനം ഇന്ന് വേരൂന്നാൻ വേണ്ടി അത് വീണ്ടും ഒന്നുകൂടെ വായിക്കുകയാണ്. അകത്ത് വന്നതായ ദൂതൻ പുറത്ത് പോയിരുന്ന്. അപ്പൊ അകത്ത് വരുന്ന ദൂതൻ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, അവിടുന്ന് മാറിക്കളയും. പിന്നെ കർത്താവിന് വേണ്ടി തന്നെ നമ്മുടെ ഹൃദയം വേർതിരിക്കുകയാണ്. കർത്താവെ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവനെ കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ള വിശ്വാസത്തിൽ മാത്രമേ യേശു കുഞ്ഞിനെ വളർത്താൻ കഴിയൂ. നമുക്ക് പ്രായോഗികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നും. ഇതെങ്ങനെ നടക്കും, ഇതെന്താ കാര്യമാണ്, ഇതെങ്ങനെയാ? ആ സംശയത്തിനെല്ലാം മറുപടി ഇതാ, ദൈവത്തിന് ഒരു കാര്യവും, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഒരു കാര്യവും അസാധ്യവും. അങ്ങനെ ആ കാര്യം ഉറപ്പ് വന്നപ്പോഴാണ് മറിയ സമർപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമില്ല,
ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ആ വാക്കുപോലെ ഭവിച്ചിട്ടായി നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കാനിടയായത്. അപ്പൊ നമ്മളിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ ഈ ഇന്ത്യയിൽ 75% പേര് നമ്മുടെ കൂടെ വന്നിട്ട് നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിരിക്കും, നിന്റെ ദൈവം ഭയങ്കര ദൈവമാണ്, ഞങ്ങൾ 30 കോടി ദൈവന്മാരെ ആരാധിച്ചു, അതിനേക്കാളൊക്കെ വലിയ ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് നമ്മുടെ വീടും നമ്മുടെ പള്ളികളും നമ്മുടെ ദേശവും ക്രിസ്ത്യാനികളെ കൊണ്ട് നിറയണം. അതിന് ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വരും. സക്കറിയ 8 പറഞ്ഞിരിക്കുന്നത് ഞാൻ എല്ലാവരെയും ശത്രുക്കളാക്കുമെന്നാണ്. അതെന്തിനാ? എല്ലാവരെയും ശത്രുക്കളാക്കിയാലേ സ്നേഹം കർത്താവിനോട് കൂടുകയുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ ഒരു പണിയാണ്. അപ്പോൾ ഈ വചനിപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മളെ വെറുക്കും, എല്ലാവരും നമ്മളെ അറയ്ക്കും, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും. അപ്പോൾ നിരാശപ്പെടുത്തത് എന്തിനാ? യേശു കുഞ്ഞിന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഗർഭിണികളായിരിക്കുന്ന ഛർദ്ദിക്കുമ്പോൾ വീട്ടുകാരെല്ലാം കേൾക്കും, എല്ലാവരും ഓടിച്ചെന്ന് തിരുമ്മിയും തഴയുകയൊക്കെ ചെയ്യും. കുഞ്ഞിനോടാണ് എല്ലാവർക്കും സ്നേഹം. ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടി, കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഈ ക്ഷീണവും തളർച്ചയും ഇതെല്ലാം കുഞ്ഞിന് വേണ്ടി ആ വീടും ആ വീട്ടിലുള്ളവരോടും ശ്രദ്ധ തിരിക്കുക. അപ്പോൾ ആരെങ്കിലും പിണങ്ങിയെന്ന് കണ്ടാൽ വിഷമിക്കരുത്, കർത്താവിനോട് സ്നേഹം അങ്ങ് കൂട്ടിയേച്ചാൽ മതി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ദൈവത്താൽ സാധിക്കാത്ത കാര്യമൊന്നുമില്ലെന്ന് പഴയ നിയമത്തിൽ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാമിനോടും സാറായോടും ഇത് പറഞ്ഞു, അടുത്ത കൊല്ലം വരുമ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു. അയ്യോ എനിക്ക് 100 അവൾക്ക് 90 ഇത് എങ്ങനെ നടക്കും എന്നൊരു സംശയം ഉണ്ടായി. പക്ഷെ അപ്പോഴും ഇതേ വാക്യം പറഞ്ഞ 14-ാം വാക്യം, യഹോവയാൽ അസാധ്യമായത് എന്തെങ്കിലും കാര്യമുണ്ടോ? അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിന്റെ ഇടയ്ക്കിൽ മടങ്ങി വരും, അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇതുപോലെ ഈ വചനിപ്പിന് ശേഷം അടുത്ത കൊല്ലം ലഭിക്കാനുള്ള അനുഗ്രഹം, നാളെ തൊട്ട് ലഭിക്കാനുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനി പുറകെ വരാനിരിക്കുക. പക്ഷെങ്കിൽ ദുഷ്ടന്റെ ആലോചനയും പാപിയുടെ വഴിയും പരിഹാസത്തിന്റെ ഇരിപ്പിടവും തള്ളി മാറ്റിക്കോണം. അതാ ശത്രു. അവരെ തള്ളി മാറ്റി യേശുവിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് ദുഷ്ടന്റെ ആലോചന, പാപിയുടെ വഴി, ഇരിപ്പിടം. അതെന്നും എപ്പോഴും എല്ലായിടത്തും കാണും. അതിനെ തള്ളി മാറ്റിയാലേ നമുക്ക് യേശു കുഞ്ഞിനെ വളർത്താനൊക്കെ ഉള്ളൂ. അതിനെ ഛർദ്ദിച്ച് കളയണമെന്നാണ്. ഏതാ? യേശു കുഞ്ഞിന്റെ അമ്മമാര് യേശു കുഞ്ഞിനെ വളർത്തുന്നിടയിൽ ഛർദ്ദിക്കേണ്ട 3 കൂട്ടം കാര്യം ഏതൊക്കെയാ? ദുഷ്ടന്റെ ആലോചന, പാപിയുടെ വഴി, പരിഹാസത്തിന്റെ ഇരിപ്പിടം. നമുക്കിതൊന്നും ഈ ഛർദ്ദിയില്ല എന്ന് പോയോണ്ടാണ് കുഴപ്പം. ഛർദ്ദിച്ചില്ല, അതും കൊണ്ട് നടന്നുകൊണ്ട് കുഞ്ഞു വളർന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പാപദിന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കും. വിശേഷമായിട്ടെങ്കിൽ ശകലം കൂടെ പെറുക്കാനുണ്ട്. സമയമുള്ളവർക്ക് ഇരിക്കാം, പോകേണ്ടവർക്ക് പോകാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ സ്വയപരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന് യേശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ എങ്ങനെയാണ് വളർത്തിയെടുത്ത് യൂറോപ്പിന് മുഴുവൻ സംഭാവന ചെയ്തതെന്നുള്ള തന്റെ അനുഭവങ്ങൾ പറയുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വചനിപ്പിന് ശേഷം യേശു കുഞ്ഞിനെ വളർത്താൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ കേട്ടു. 1-ാം സങ്കേതത്തിൽ ഏതാ? ദുഷ്ടന്റെ ആലോചന, ഭാവിയുടെ വഴി, ശരീരപ്പെടും. ഇത് 3 ഒഴിവാക്കിയെങ്കിലേ യേശു കുഞ്ഞ് വളരുള്ളൂ. നമ്മളത് ഒഴിവാക്കാഞ്ഞുകൊണ്ടാണ് ഇതുവരെയായിട്ട് 100% പ്രാണനാകാത്തത്. പ്രാണൻ 100 ആകാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ അറിയുന്നില്ല. ദുഷ്ടന്റെ ആലോചനയും ഭാവിയുടെ വഴിയും പരിഹാസത്തിലിരിപ്പെടും. അറിയാതെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിശാച് നമ്മളെ മയക്കി ബോധം കെടുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതറിഞ്ഞിരിക്കും. പിശാചിന് ബോധം കെടുത്താൻ കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ ബോധക്കെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്വാസം വലി നിന്ന് പോയാലുള്ള കുഴപ്പം എന്നാ? ചത്തു. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ മരണം ഉണ്ടാവും, മരവിപ്പുണ്ടാവും. അതുകൊണ്ട് ഇടപെടാതെ ശ്വാസം വലിക്കുന്ന പോലെ സ്തുതിച്ചോണം. എന്നിട്ട് ആരാ ഇപ്പം സ്തുതിക്കുന്നു? വലിയ സ്തുതിക്കുന്നുണ്ടോ? ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, എൻ്റെ യേശു കുഞ്ഞ് ഏകല്ലേ എന്ന് പറഞ്ഞ് സ്തുതിച്ചോണം. അപ്പോൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ യേശു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ യേശു കുഞ്ഞിനെ താൻ എങ്ങനെയാണ് വളർത്തിയെടുത്തത്? അതിനുവേണ്ടി അറേബ്യയിലേക്ക് പോയി തപസ് ചെയ്തെന്നാണ് പറയും. അറേബ്യയിൽ പോയി ആരും കാണാതെ മരുഭൂമിയിൽ പോയിരുന്ന് ഈ യേശു കുഞ്ഞിനെ സ്തുതിച്ച് ഈ കർത്താവ് പറഞ്ഞ വചനം മുഴുവനും അങ്ങനെ താൻ ദർശനത്തിൽ കൂടെ കണ്ടാ പഠിച്ചത്. യേശുവിൻ്റെ ജീവിതത്തിൽ മുഴുവനും ദർശനത്തിൽ കൂടെ കണ്ടു പഠിച്ചിട്ട് അതാണ് എഴുതി വെച്ചത്. എല്ലാം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പെന്തിക്കോസ് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞാണ് പൗലോസ് വരുന്നത്. അപ്പോൾ പൗലോസിനെ കർത്താവ് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കും. വേദോത്സവത്തിലെ വചനങ്ങൾ മുഴുവനും കർത്താവ് നമ്മളെ കാണിച്ചു പഠിപ്പിക്കും, മാറിയിരിക്കാമെങ്കിൽ. അങ്ങനെ യേശുവിന് വളരാനൊക്കെ ഉള്ളൂ കാര്യം ഓർപ്പിക്കും. അപ്പോൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ കാര്യം എത്രാമത്തെ വാക്യത്തിലാണ്? 6-ാം വാക്യത്തിൽ, 6-7 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ
കൂട്ടായ്മയിൽ നടപ്പീൻ. അങ്ങനെ 100% കൂട്ടായ്മയിൽ നടന്നിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതിന് ശേഷം പിന്നെ കൂട്ടായ്മയിലാണ് യേശു വളരുന്നത്. മറിയാം യേശു കുഞ്ഞിനെ കൈക്കൊണ്ടതിന് ശേഷം എലിസബത്തിന്റെ കൂട്ടായ്മയിലാണ് വളർത്തിയത്. അപ്പം നമ്മൾ യേശു കുഞ്ഞിനെ വളർത്താൻ ഏതെല്ലാം കൂട്ടായ്മ കർത്താവ് കരുതിയിട്ടുണ്ടോ അവിടേക്ക് നമ്മളെ അയക്കും. അതിന് സൂചനയും തരും. നീ ഇന്നടത്ത് പോകണോ, അല്ല ഇന്നോട്ട് വരും. ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുമോ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയോ ചെയ്യണം. എങ്കിലേ വളർച്ച പൂർത്തിയാവുള്ളൂ. നമ്മളങ്ങനെ പോയിട്ടില്ല. അത് ക്ഷമ ചോദിക്കണം. കർത്താവ് ഇനിയെങ്കിലും, എൻ്റെ കർത്താവ് ഇതുവരെയും 100% വളർന്നിട്ടില്ല, പ്രാണൻ 100 പെന്തിക്കോസ്തി 100 കാരണം എന്താ? കൂട്ടായ്മ കുറഞ്ഞുപോയി. കൂട്ടായ്മ ഇടപെടാതെ കിട്ടിക്കൊണ്ടിരുന്നാലേ വളരുള്ളൂ. അപ്പം അതിൻ്റെ എത്ര ശതമാനം കൂട്ടായ്മ കർത്താവിന് കിട്ടാതെ പോയെന്ന് ചോദിച്ച് അതിന് ക്ഷമ ചോദിക്കണം. അത് കണ്ടുപിടിക്കുകയും വേണം. ഇനി അടുത്ത സ്വയപരിശോധന സഹായിൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, കർത്താവെ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടായ്മ മുടക്കി എത്രയുണ്ടായിരുന്നു? ആ കൂട്ടായ്മ മുടക്കി പകരം കൊടുത്തതിന് ശേഷം കൂട്ടായ്മ 100% ആയെങ്കിലേ യേശു കുഞ്ഞ് വളരുള്ളൂ. ഒന്നാമത്തെ കാര്യം അവനിൽ വേരൂന്നണം. അടുത്ത കാര്യം, കൂട്ടായ്മയ്ക്കകത്ത് നടക്കേണ്ട കാര്യമുള്ളൂ വേരൂന്നൽ. അപ്പൊ നമ്മുടെ ബോധവിചാര ഹൃദയമണ്ഡലങ്ങൾ യേശുവിൽ ഇങ്ങനെ വേരൂന്നിക്കൊണ്ടേയിരിക്കണം. ഒരു ചെടിക്ക് ജന്മനാ ദൈവം അങ്ങനെ സ്വഭാവം കൊടുത്തിട്ടുണ്ട്. അത് മുളച്ച് മണ്ണിലായി കഴിഞ്ഞാൽ വെള്ളമുള്ളിടത്തേക്ക് വേര് ഞാൻ നീണ്ടുപോകും. അതിൻ്റെ പേര് ഹൈഡ്രോട്രോപ്പിസം എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോട്രോപ്പിസം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആ കഴിവിന്. എന്ന് പറഞ്ഞാൽ വെള്ളമുള്ളിടത്തേക്ക് വേരിന് പോകാനുള്ളൊരു കഴിവുണ്ട്. വെള്ളമുള്ളിടം വരെയും തപ്പിപ്പൊക്കൊണ്ടിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വെള്ളമുള്ളിടം വരെയും നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ആ സ്വഭാവം നോക്കണം. ജീവജലം കിട്ടുന്നിടത്തേക്ക് നമ്മുടെ ബോധവിചാരഹൃദയം പോയിക്കൊണ്ടേയിരിക്കണം. വേദപുസ്തക വായനയിലൂടെയും കൂട്ടായ്മയിലൂടെയും നല്ല പുസ്തകങ്ങൾ വായിച്ച് ഇങ്ങനെ നല്ല കൂട്ടായ്മയിൽ കൂടെ വെള്ളമുള്ളിടത്തേക്ക് ജീവജല നദിയിൽ നമ്മുടെ വേര് ചെന്ന് ചേരണം. അത് 100% കിട്ടിയിട്ടില്ല. ശരിക്കും വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളമുള്ളിടത്ത് പോയിട്ടുമില്ല, വേരൊന്നിട്ടുമില്ല. വേരും കുരഞ്ഞു പോയി കാണും, വേര് ഉണങ്ങിക്കാണും. അതിന് ക്ഷമ ചോദിക്കണ്ടേ? അപ്പോൾ അടുത്ത കുമ്പസാരത്തിൽ പറയണ്ട ഇതൊക്കെ. ഏതാ നിന്നെ ഞാൻ മാമോദിസായി സ്വീകരിച്ച ശേഷം ഞാൻ നിനക്ക് ശരിയായ കൂട്ടായ്മ തന്നിട്ടില്ല. അത് കൂട്ടായ്മ യേശുവിന് മാത്രമല്ല, ഗർഭം ധരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവ് ആ കൂട്ടായ്മ കൊടുക്കണം. കൂട്ടായ്മ കൊടുക്കാൻ തോന്നുകയില്ല. കത്തിച്ച് ക്ഷീണിച്ച് തളർന്ന് കിടന്നതിനോ അവിടെ കിടക്കട്ടെന്ന് എന്താ, ചിലപ്പോൾ ചായ തന്നെ ഇട്ട് കുടിക്കേണ്ടി വരും. പിറുപിറുത്തോണ്ടാണ്. അവൾ ഗർഭിണി ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ചായ കിട്ടിയില്ല, ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടി വന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ടായിരിക്കും ചായ ഉണ്ടാക്കി കുടിച്ച് അവൾക്ക് ശാലം കൊണ്ട് കൊടുക്കുക. സന്തോഷത്തോടെ വേണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്നൊന്നും കിട്ടാനല്ല, കൊടുക്കാനാ. കൊടുക്കണമെങ്കിൽ കിട്ടേണ്ടത് എവിടെ നിന്നാണ്? കർത്താവ്. അപ്പോൾ കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാനാണ്. അതിൽ തയ്യാറുള്ളവർ ഈ പണിക്ക് പോയാൽ മതി. എല്ലാം കിട്ടുമെന്ന് വിചാരിച്ച് പോയാൽ നിരാശയെ വരുള്ളൂ കേട്ടോ. അപ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം എനിക്ക് വേണം എന്ന് വിചാരിച്ച് വചനം ധ്യാനിക്കുന്ന ഒരു ഭർത്താവിന് മാത്രമേ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കുടിശ്ശിക ഒത്തിരി ഇല്ലേ? ഉണ്ട്. ഭർത്താവ് കല്യാണം കഴിക്കുന്ന എന്നും സുഖം കിട്ടും, എന്നും സ്നേഹം കിട്ടും, എന്നവൾ എൻ്റെ പണിയൊക്കെ നോക്കിക്കോളും, വസ്ത്രം കഴുകിത്തരും, എൻ്റെ കൂടെ നടന്നോളും എന്നൊക്കെ വിചാരിക്കുന്നു. ഇതെല്ലാം കിട്ടാതെ വരുമ്പോൾ എന്നാ പറയും? സ്നേഹം എന്ന് പറയും. അവിടെ ഇട്ടങ്ങ് പോകും. പിന്നെ അത് കിട്ടുന്നിടത്തോട്ടങ്ങ് പോകും. അത് മുറിവും ചതവുമായി കുഞ്ഞിനെ അതെല്ലാം ബാധിക്കും. അപ്പോൾ യേശു കുഞ്ഞിനെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ ശരിക്കും നോക്കിയിട്ടില്ല. ഏറ്റവും നോക്കേണ്ടത് ഗർഭിണിയായിരിക്കുന്ന ഭാര്യയാണ്. കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്തിട്ടില്ല. അതിൻ്റെ പരിഭവവും പരാതിയും കേസും സ്വർഗ്ഗകോടതി കാണും. അതെല്ലാം കുടിശ്ശിക തീർത്തിനെയും കൊടുക്കണം. ക്ഷമ ചോദിച്ച് 2 പേരും. അപ്പോൾ അങ്ങനെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം ആസ്വദിക്കണം. അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ ദിവസം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് ഞങ്ങൾക്ക് അറിയാം, അതുപോലെ പൗലോസ്ലിഹ പറയണം. എന്നാൽ കല്യാണത്തിന് മണവാളന്മാർ വിചാരിക്കും എനിക്ക് സ്നേഹമായിട്ട് ഞാൻ കിട്ടുന്നുള്ളൂ, ഞാൻ കണ്ടു ബോധിച്ചിട്ടാണ് കിട്ടുന്നത്, എനിക്ക് സ്നേഹമായിരിക്കും. പിന്നെ ഈ പൗലോസ്ലിഹ വെറുതെ ഞങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം എന്നാ തോന്നും. കല്യാണം കഴിയുമ്പോൾ അറിയുമ്പോൾ ചില ദിവസം പിണക്കം തോന്നുന്നു, ചില ദിവസം സ്നേഹിക്കാൻ തോന്നുകയില്ല. അതുകൊണ്ട് അന്നേരം സ്നേഹിക്കണം. ഈ വചനം ഓർത്തിട്ട് കല്യാണ ദിവസം ഈ പറഞ്ഞ ഈ വചനം ഓർത്ത് പിണക്കം തോന്നിയപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഏറ്റു പറയേണ്ട ഭാവമാണ്. അപ്പം അങ്ങനെ എന്നും ഒന്നും കിട്ടപ്പോരില്ല. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ 9 മാസമായി പിന്നെ ഇങ്ങോട്ടൊന്നും കിട്ടില്ല, അങ്ങോട്ട് വിടേ ഉള്ളൂ. പ്രതീക്ഷിച്ചൊന്നും ഇങ്ങോട്ട് കിട്ടുകയില്ല, അങ്ങോട്ട് കൊടുക്കാനേ ഒക്കെ ഉള്ളൂ. അത് കർത്താവിനെ ഏൽപ്പിച്ച പണി. എനിക്കൊന്നും ഇങ്ങോട്ട് കിട്ടിയില്ലേ, ഞാൻ ഇങ്ങോട്ട് കിട്ടേണ്ടത് അങ്ങോട്ട് കൊടുത്താൽ കല്യാണം കഴിഞ്ഞ് കൊച്ചിന് 2-3 വയസ്സ് വരെ പാല് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടു തുടങ്ങും, പിന്നെ സ്നേഹം കൂടും, കിട്ടു തുടങ്ങും. അപ്പോൾ അടുത്ത കുഞ്ഞും ഉണ്ടാവും.
അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. 10-12 പിള്ളേരാണെങ്കിൽ 10-36 കൊല്ലം പ്രസവമാണ്. പിന്നെ അങ്ങനെ ധാരാളം പിള്ളേരെ വളർത്താനാണ് ഈ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. 2 നിർത്തിയേക്കരുത് കേട്ടോ. അപ്പം 4ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു ഛർദ്ദിക്കുന്ന ഒരു ഗർഭിണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഭർത്താവ് വിളിച്ചുകൊണ്ട് പോയി. 4ാമത്തെ കുഞ്ഞാ പ്രാർത്ഥിച്ച് ദൈവം കൊടുത്തതാ. സുവിശേഷകനാണല്ലോ എന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ഭയങ്കര ഛർദ്ദില്, സാധാരണ ഉള്ളതിനൊക്കെ ഭയങ്കര ഛർദ്ദില്ല. അത് എന്നൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല. കാര്യം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈതലാകണമെങ്കിൽ പൂർവ്വശാപം മുഴുവൻ. അപ്പൊ കർത്താവ് പറഞ്ഞതാ 79 സങ്കീർത്തനം വായിക്കേ, വലിയ ആദാമിന്റെ അവയുടെയും കാലം തൊട്ടുള്ള പൂർവ്വശാപങ്ങളൊന്ന് കെട്ടിക്കിടക്കായി കൊച്ചിലോട്ട് കയറാൻ. ഇത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ആ വീടിന് അനുഗ്രഹം കൊടുക്കേണ്ട കൊച്ചായതുകൊണ്ട് അനേകരെ ദൈവശുദ്ധി കൊണ്ടുവരേണ്ട കുഞ്ഞായതുകൊണ്ട് ശാപമെല്ലാം ഛർദ്ദിച്ച് തീർക്കുകയാണ്. അപ്പോൾ അവർ വലിയ സന്തോഷമായി. അപ്പോൾ ഛർദ്ദിക്കുമ്പോൾ പുറത്ത് ഭർത്താവിന് തിരുമ്മി കൊടുക്കും. നീ അവിടെ കിടന്നോളാൻ പറയും. വീട്ടുജോലിയെല്ലാം ഭർത്താവിന് ചെയ്യും, അടിച്ചു വാരി കഴുകി. എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ആ കുഞ്ഞിനെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ നിങ്ങൾ ദുഃഖിപ്പിച്ച് കാണും, സ്നേഹം കൊടുക്കാതെ തള്ളിക്കളഞ്ഞിട്ട് വിഷമിപ്പിച്ചിട്ട് അതെല്ലാം കുടിശ്ശിക തീർത്ത്. അപ്പോൾ യേശു കുഞ്ഞിനും ദൈവം നിങ്ങൾക്ക് തരുന്നത് കുഞ്ഞുങ്ങൾക്കും സ്നേഹം അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ടൊന്നും കിട്ടാത്ത കാലത്ത് അങ്ങോട്ട് കൊടുത്തെങ്കിലേ അവർ പിന്നെ ഭാവിയിലല്ലോ ഇങ്ങോട്ട്. അങ്ങോട്ട് കൊടുത്ത ഭാവിയെ തിരികെ അവരെ അന്വേഷിച്ച് വന്ന് നമുക്ക് തരും. ഇതെല്ലാം ആത്മാവ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കൊടുത്തൊന്നും കൊടുത്തില്ലെന്നും ആത്മാവിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. സുബോധം പ്രാപിച്ച് അവരെ എണ്ണി പറഞ്ഞതിനെല്ലാം പ്രതിഫലം തരുമെന്നുള്ള ആരും അറിയുക. കൊടുക്കാഞ്ഞതിന് കണക്കും കിട്ടും. എന്നെ മുറിവേൽപ്പിച്ചെന്ന് പറഞ്ഞ് ഈ കുടിശ്ശിയൊക്കെയാണ് 25 നോമ്പിൽ കുടിശ്ശിയ അങ്ങ് തീർക്കണം. 25 നോമ്പ് വരുന്നു. 25 നോമ്പിൽ യേശു കുഞ്ഞിനും നിങ്ങളുടെ മക്കൾക്കും ഗർഭകാലത്ത് കൊടുക്കാതിരുന്ന എല്ലാ സ്നേഹ ശുശ്രൂഷകളുടെയും കേട് തീർക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി 25 ദിവസം നോമ്പെടുക്കുക. അവരോട് നേരിട്ട് ക്ഷമ ചോദിക്കുക, അവരെ കൂടുതൽ താലോലിക്കുക, കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ കിട്ടേണ്ടത് ഭാവിയിൽ ഇങ്ങോട്ട് കിട്ടും. തന്നിട്ട് കർത്താവ് വിടുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം എന്തൊക്കെയാണ്? കൂട്ടായ്മയിൽ നടക്കണം, വേരൂന്നണം. ഇതിൻ്റെ ഇടയിലാണ് വേരൂന്നൽ നടക്കുന്നത്. വേരൂന്നുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആത്മീയ വർധന പ്രാപിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. ആത്മീയ വർധന എന്നും ആത്മീയമായ കാര്യം ഏതാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസത, സംവിധാനേന്ദ്രിയം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത്രയും കാര്യങ്ങളാണ് സ്വർഗത്തിൽ കൊണ്ടുപോകാനും ആത്മലോകത്തിൽ കൊണ്ടുപോകാനുള്ള സമ്പാദ്യം. വേറെ ഒന്നും കൊണ്ടുപോകാൻ ഇത് മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തുകയുള്ളൂ. ആത്മഫലങ്ങളും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തുകയുള്ളൂ. ആത്മീയ വർധന വേണമെങ്കിൽ ഒരു ചെടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളവും വേണം, സൂര്യപ്രകാശവും വേണം. ഒരു വലിയ മരത്തിന് ചുവട്ടിലാണ് ഒരു ചെടിയെങ്കിൽ ആ ചെടി വളഞ്ഞു പോകും. എങ്ങോട്ടാ? സൂര്യപ്രകാശം കിട്ടുന്നിടത്തോട്ട്. ഈ മരങ്ങളൊക്കെ ചാഞ്ഞു നിൽക്കുന്നതിൻ്റെ കാര്യം എന്നറിയാവോ? സൂര്യപ്രകാശം തപ്പി ചെരിഞ്ഞു പോയത്. അതിൻ്റെ പേര് ഫോട്ടോട്രോപ്പിസം എന്നാണ്. ഫോട്ടോട്രോപ്പിസവും ഹൈഡ്രോട്രോപ്പിസവും എന്ന് പറഞ്ഞ ദൈവം ജീവനുള്ള വൃക്ഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന, ചെടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ്. സൂര്യപ്രകാശമുള്ളിടത്തേക്ക് ചാഞ്ഞു പൊക്കോണം, വെള്ളമുള്ളിടത്തേക്ക് ഓടിപ്പൊക്കോണം. ഈ 2 സ്വഭാവം നമുക്കും വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമുക്കും ഉണ്ടാകണം. യേശു കുഞ്ഞ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പ്രകാശമായ ജീവപ്രകാശമായ യേശുവിൻ്റെ പ്രകാശം കിട്ടാൻ വചനത്തിൽ കൂടെയാണ് പ്രകാശം ലഭിക്കുന്നത്. വചനത്തിൻ്റെ പ്രകാശനം അത് ദൈവത്തിൻ്റെ വചനം മുറിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രകാശമുണ്ട്. അതൊരു ജീവപ്രകാശമാണ്. ആ ജീവപ്രകാശത്തിന് മാത്രമേ ആവശ്യമുള്ള ആഹാരം പാകം ചെയ്യാനൊക്കെ ഉള്ളൂ. ഈ സൂര്യപ്രകാശത്തിന് വേണ്ടി ഇത് ഓടാൻ കാര്യം എന്നാ? വേര് വലിച്ചെടുക്കുന്ന വെള്ളവും വളവും എല്ലാം അത് ഇലയിൽ ചെല്ലും. സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ അത് പാകം ചെയ്ത് അത് ഈ മരത്തിന് ആവശ്യമുള്ള ശക്തിയായിട്ടും പുഷ്പിക്കാനും കായ്ക്കാനും ഒക്കെയുള്ള ശക്തിയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ യേശുവിൽ വേരൂന്നുകയും യേശുവിൻ്റെ ജീവപ്രകാശത്തിനായിട്ട് പരക്കം പായുകയും ചെയ്യണം. ഇത് രണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കണം. ജീവപ്രകാശം കിട്ടുന്നവരെയും വേദോസം വായിക്കണം. ജീവപ്രകാശം കിട്ടുന്നത് എവിടെയാണ് അവിടം വരെ ഓടിപ്പോയി യോഗത്തിൽ സംബന്ധിക്കണം. ഇതെല്ലാം ജീവനുള്ള ചെടിയുടെ സ്വഭാവമാണ്. ആ സ്വഭാവം നമുക്ക് എത്രയുണ്ട്? എത്ര നാൾ പ്രകാശമില്ലാതെ ഇരുട്ടത്ത് കിടന്ന് കളിച്ചിട്ടുണ്ട്. ഇരുട്ടത്തിരിക്കുമ്പോൾ ആഹാരം വാങ്ങാൻ ഞാനിപ്പോൾ ഒക്കുകയില്ല. അപ്പോൾ എന്നും എനിക്ക് ഇന്ന് എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള ആരോഗ്യം തരുന്ന ഭക്ഷണം എനിക്ക് പാകം ചെയ്യണം. അതുകൊണ്ട് വെള്ളവും പ്രകാശവും കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് വളരാനൊക്കെ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാമെങ്കിൽ പറയും അത് എവിടെ കിട്ടുമെന്ന്. അതിൻ്റെ സൂചനയും തരും. മറിയാം 3 മാസം എലിസബത്തിൻ്റെ അവിടേക്ക് പോകാൻ കാരണം മാലാഖ തന്നെ പറഞ്ഞു ഇത് അവൾക്ക് 6-ാം മാസമാണ്. അവൾക്ക്
അത്രേ പറഞ്ഞുള്ളൂ, സൂചന മതി. അപ്പൊ എനിക്ക് ആ വല്യമ്മച്ചി ഒന്ന് കാണാൻ പോകണമെന്നായി. പോയപ്പോൾ അവിടെ വെള്ളവും ഉണ്ടായിരുന്നു, പ്രകാശവും, 2 പിള്ളേരും ശരിക്കും കൊള്ളാം. അപ്പൊ ശരിക്കും പ്രാർത്ഥിക്കാമെങ്കിൽ, ശരിക്ക് ദൈവസന്നിധിയിൽ ശ്രദ്ധിച്ചിരിക്കാമെങ്കിൽ ദൈവാത്മാവ് പറയുന്നത് ഇന്നടത്ത് ഇന്നൊരു കൂട്ടായ്മയുണ്ട്, നീ പോകും. ഇന്നടത്ത് ധ്യാനമുണ്ട്, അവിടെ പോകും. ഇന്ന സമയത്ത് TV-യിൽ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അയാൾ പ്രസംഗിക്കുന്നുണ്ട്, നീ ഒന്ന് നോക്ക്, നോൺ ചെയ്ത് നോക്ക്. TV ചാനലിൽ കൂടെ 24 മണിക്കൂറും നല്ല ധ്യാന സന്ദേശങ്ങൾ അനേകർ കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിയായി ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇതെന്നാ നിന്നു പോകുമെന്ന് പറയാനൊക്കെ ഇല്ല. ഇതൊക്കെ എന്ന് വേണേലും നിന്നു പോകാം. ഇതൊന്നും ഇല്ലാത്തൊരു കാലം വരാൻ പോകുന്നു. അപ്പോൾ എല്ലാവരെയും മാനസാന്തരപ്പെടുത്താൻ വേണ്ടി TV-യിൽ കൂടെയും റേഡിയോയിൽ കൂടെയും ഇന്റർനെറ്റിലൂടെയും ഫോണിലൂടെയും എന്തെല്ലാം മാധ്യമങ്ങൾ കൂടിയാണ് വചനശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാവുന്ന നിനക്ക് ആവശ്യമുള്ളത് കർത്താവ്, നിങ്ങൾ വേദോത്സവം എടുത്തിട്ട് കർത്താവ് ഇന്ന് എനിക്ക് ആവശ്യമുള്ള വെള്ളവും വെളിച്ചവും കിട്ടുന്ന വചനം എനിക്ക് തണമെന്ന് പ്രാർത്ഥിച്ചേച്ച് നിങ്ങൾ വേദോത്സവം തുറക്കാമെങ്കിൽ അന്ന് ആവശ്യമുള്ള വെള്ളവും വെളിച്ചവും കിട്ടുന്നിടത്തേക്കായിരിക്കും ആ പേജ് തന്നിട്ട് ഇടതുവശം തൊട്ട് വലതുവശം വിരൽ ഒഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവ് ഈ 2 പേജിൽ 4 കോളമുണ്ട് വേദോത്സവത്തിന്. ഈ 4 കോളത്തിൽ ഒത്തിരി വാക്യങ്ങളും എല്ലാം വായിക്കാനൊരു നേരവും ഇല്ല. പക്ഷെ ഇന്ന് എനിക്ക് വെള്ളവും വെളിച്ചവും തരുന്ന വചനം ഏതാന്ന് ചോദിച്ചേച്ച് കൈ ഓടിക്കാമെങ്കിൽ നമുക്ക് ദൈവം സന്ദേശം തരുന്ന വചനത്തിൻ്റെ അവിടെ അത് പ്രകാശിക്കുന്ന കാണാം. കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്ന് വായിച്ചു നോക്കണം. അങ്ങനെ നമുക്ക് ജീവനും പ്രകാശവും വെള്ളവും തരാൻ പറ്റിയ വചനങ്ങൾ ഏതാണെന്ന് വരുമ്പോൾ അവിടെ വിരൽ ചെല്ലുമ്പോൾ അതിനൊരു പ്രത്യേക പ്രകാശവും അതിന് നമ്മളോട് പ്രത്യേക ആകർഷണവും വരും. അത് വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് പ്രകാശവും കിട്ടും, വെള്ളവും കിട്ടും, അതിന് ഇണവാക്യവും കിട്ടും. അന്നേരം അത് മതി. അല്ല മുഴുവൻ വലിച്ചു വാരി പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഓർക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള ആഹാരം മതി. ഒരു ചാക്കരി വീട്ടിലിരിപ്പുണ്ട്, ഒരു ചാക്കൂടെ വിഴുങ്ങാനും പോകും, പിന്നെ ഒരു ഉരുളയല്ലേ വിഴുങ്ങാനും കൊള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതല്ലേ ചാക്കുമ്പടി ഇരിക്കുകയായി വേദോത്സവം. അതുകൊണ്ട് കർത്താവ് ഇന്ന് എനിക്ക് ഓജസ്സും വീര്യം തരുന്ന വചനം ഏതാണ്, അതിന്റെ ഇടവാക്കി ഇത് 2 കറങ്ങിച്ചാൽ മതി. 2 വാക്യം ഒരു ദിവസം കിട്ടിയാൽ മതി ഒരു നേരത്തേക്ക്. അത് ദഹിച്ചു കഴിയുമ്പോൾ പിന്നെയും വേദോത്സവം എടുക്കുക. കർത്താവ് ഇന്ന് എനിക്ക് ഓജസ്സും വീര്യവും തരുന്ന വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തുറന്ന് അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് കണ്ടെത്തിക്കണം. അതാണ് ഫോട്ടോട്രോപ്പിസവും ഹൈഡ്രോട്രോപ്പിസവും. അത് മുടക്കിയതിന് ക്ഷമ ചോദിക്കേണ്ടേ, അടുത്ത 9 സാരത്തിൽ ചോദിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്തെല്ലാം കാര്യം പറഞ്ഞു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയെ നടക്കണം, വേരൂന്നണം, ആത്മീയവർത്തനം പ്രാപിക്കണം. ഉപദേശം എന്നതിനെ ഒത്തവണ്ണം എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിയണം. സ്തോത്രത്തിൽ കവിഞ്ഞിട്ടുമില്ല, വിശ്വാസത്തിൽ ഉറച്ചിട്ടുമില്ല. ചെറിയ കാര്യം കഴിയുമ്പോൾ അതിനെ പതറി നിരാശപ്പെട്ടു പോവുക. അതുകൊണ്ടാണ് യേശു കുഞ്ഞ് വളരാത്തത്. ഇപ്പൊ 100% പ്രാണനും ബന്ധിക്കസും കിട്ടാത്തതിന്റെ കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യത്തിനകത്ത് കുറവുണ്ട്. അത് എത്രയുണ്ട്, അതിനെത്ര മുടക്കിയുണ്ട്, അതിന് എത്ര പകരം കിട്ടുമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇനിയെങ്കിലും പൂർണ്ണതയിലെത്തി വരുന്ന ബന്ധിക്കുസെങ്കിലും നമ്മുടേതാകാം. അടുത്ത ശനിയാഴ്ച നമ്മുടെ 50-ാമത്തെ കുർബാനയാണ്. 50-ാമത്തെ കുർബാന മുടക്കാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 50-ാമത്തെ കുർബാനയിൽ ഒരു ബന്ധിക്കുസിയുടെ അനുഭവം ഉണ്ടാകും. പ്രാർത്ഥിക്കുക. ആരാ പ്രാർത്ഥിക്കുന്നത്? ഈ കേട്ട വചനം പ്രാർത്ഥനയാക്കി തീരുമാനമാക്കി ദൈവസന്നിധിയിൽ തുടങ്ങും. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കുകാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹ